ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ്. ഐശ്വര്യ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടുകയാണ്. അതേസമയം നാട്ടുകാർ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അശ്വതിയുടെ കള്ളക്കാമുകനെ ഞാനിവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഏട്ടത്തി എന്തായി കാണിക്കുന്നതെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, നീയാണ് എല്ലാത്തിനും ഒത്താശ ചെയ്യുന്നത്. ഇന്നത്തോടെ കാര്യങ്ങൾക്കെല്ലാം ഞാൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കിക്കോളാം. അതേസമയം അരുൺ ഡോറ് തുറക്കാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തുടർന്ന് നാട്ടുകാരിൽ കൂടുതൽ പേര് വരുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അതെ, അശ്വതിയുടെ കള്ളക്കാമുകനെ ഞാനേ ബെഡ്റൂമിൽ വെച്ചാ പിടിച്ചത്. ഇത് കേൾക്കുന്ന നാട്ടുകാർ പറയുകയാണ്, ഞങ്ങൾ ഇവിടുത്തെ അയൽവാസികളെല്ലാം മാന്യമായി ജീവിക്കുന്നവരാ, അതുകൊണ്ട് ഇത് ഇവിടെ പറ്റില്ല. എന്താണെങ്കിലും കതക് തുറക്കാൻ നാട്ടുകാർ പറയുമ്പോൾ ഐശ്വര്യ താക്കോലിലേക്ക് നോക്കിയതിന് ശേഷം കതക് തുറക്കുകയാണ്. അങ്ങനെ ഐശ്വര്യ കതക് തുറക്കുമ്പോൾ അരുണും അശ്വതിയും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. തുടർന്ന് അരുണിനെ കാണിച്ചുകൊണ്ട് ഐശ്വര്യ പറയുകയാണ്, കണ്ടില്ലേ, ഇതാണ് ഇവളുടെ കള്ളക്കാമുകൻ. ഇതേ ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല, നിങ്ങളൊക്കെ എന്ത് നാട്ടുകാരാണ്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഞാൻ തന്നെ വേണ്ടി വന്നെന്നും ഐശ്വര്യ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് പൊട്ടിക്കരയുകയാണ് അശ്വതി. തുടർന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് അശ്വതിയെ നാണം കെടുത്തുകയാണ് ഐശ്വര്യ. തുടർന്ന് നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് അശ്വതിയെയും അരുണിനെയും കയ്യേറ്റം ചെയ്യുകയാണ്. തുടർന്ന് ശ്യാമ ഇടപെട്ട് അരുണിനെ അവരിൽ നിന്നും രക്ഷിക്കുകയാണ്. ഇതൊക്കെ കാണുന്ന അശ്വതി പറയുകയാണ്, ഇവിടെ ഞാനാണല്ലോ പ്രശ്നം, ഞാൻ തന്നെ പരിഹാരമുണ്ടാക്കിത്തരാം. അത്രയും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറുകയാണ് അശ്വതി. തുടർന്ന് അകത്തേക്ക് കയറുന്ന അശ്വതി ഫാനിൽ കെട്ടിത്തൂങ്ങാൻ ശ്രമിക്കുകയാണ്. അതേസമയം ഇത് കണ്ടുകൊണ്ടുവരുന്ന അരുണും ശ്യാമയും ഞെട്ടലോടെ നിൽക്കുകയാണ്. എനിക്കിനി ജീവിക്കണ്ടെന്ന് പറഞ്ഞ് ശ്യാമയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് അശ്വതി. അതേസമയം ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഐശ്വര്യയുടെ അടുത്തേക്ക് ദേഷ്യത്തോടെ ചെല്ലുകയാണ് ശ്യാമ. തുടർന്ന് വീണ്ടും നാട്ടുകാർ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, അതെ, നിങ്ങൾക്കറിയാമോ ഈ നിൽക്കുന്നത് ആരാണെന്ന്? അശ്വതി ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടിയ അശ്വതി ചേച്ചിയുടെ ഭർത്താവാണ് ഈ നിൽക്കുന്നത്. കൂടാതെ അകത്ത് കിടന്നുറങ്ങുന്ന മോളുണ്ടല്ലോ, അത് ഇയാളുടെ മോളാണ്. എന്താ, ഒരച്ഛന് മകളെ കാണാൻ വരാൻ പാടില്ലെന്നുണ്ടോ? ഇത് കേൾക്കുന്ന ഐശ്വര്യ ഞെട്ടലോടെ നിൽക്കുമ്പോൾ ശ്യാമ എല്ലാവരെയും ദേഷ്യത്തോടെ നോക്കുകയാണ്. തുടർന്ന് ഐശ്വര്യ തന്റെ കഴുത്തിലെ താലി കാണിച്ചുകൊണ്ട് എല്ലാവരോടും പറയുകയാണ്, ദേ ഈ താലി കണ്ടോ, ഈ നിൽക്കുന്ന അരുണാണ് ഇത് എൻ്റെ കഴുത്തിൽ കെട്ടിയത്. നിലവില് ഈ ഭാര്യയും മോളും ഉള്ളപ്പോൾ എന്നെ ചതിച്ചതാണ്. അപ്പോ ഇവനെന്താ കല്യാണ വിരുദ്ധനോ? ഇവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണമെന്ന് നാട്ടുകാർ പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അതൊന്നും വേണ്ട, എൻ്റെ ഭർത്താവിനെ എനിക്ക് വേണം. നിങ്ങളെല്ലാവരും എനിക്കൊരു ഉപകാരം ചെയ്യണം. ഇനി എൻ്റെ ഭർത്താവ് ഇവളെ കാണാൻ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചൊന്ന് അറിയിക്കണം. ഇതൊരു നാറ്റ കേസാ, നമുക്ക് പോയേക്കാം. പിന്നെ നിങ്ങളുടെ ഭർത്താവിനെ ഇനിയും ഇവിടെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിലേ കയ്യും കാലും ഞങ്ങൾ തല്ലിയൊടിക്കുമെന്നും നാട്ടുകാർ പറയുന്നു. എൻ്റെ ഭർത്താവിനെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് ഐശ്വര്യ പറയുമ്പോൾ നാട്ടുകാർ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് അരുൺ ദേഷ്യത്തോടെ ഐശ്വര്യയോട് ചോദിക്കുകയാണ്, എല്ലാവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തിയപ്പോൾ നിനക്ക് സമാധാനമായി കാണുമല്ലോ, ഇറങ്ങിപ്പോക്കോ. എൻ്റെ കൺമുന്നിൽ നിന്നും എവിടേക്കാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇറങ്ങിക്കോ, ഇല്ലെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പറയാൻ പോലും പറ്റില്ല. ഇത് കേൾക്കുന്ന ഐശ്വര്യ അരുണിനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് പറയുകയാണ്, എൻ്റെ ഭർത്താവിനെ എനിക്ക് വേണം, ഇല്ലെങ്കിൽ ഈ വീട്ടിൽ 2 ഭാര്യമാരായിട്ട് അരുണിന് കഴിയാം. ഇത് കേൾക്കുന്ന അരുൺ ഐശ്വര്യയുടെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളാൻ ശ്രമിക്കുകയാണ്. തുടർന്ന് ശ്യാമ വന്ന് അരുണിനെ പിടിച്ചു മാറ്റുന്നു. ഇത് കാണുന്ന ഐശ്വര്യ പറയുകയാണ്, അരുണിന് വേണമെങ്കിൽ എന്നെ കൊല്ലാം, പക്ഷേ അരുണില്ലാതെ ഞാൻ എന്താണെങ്കിലും ഇവിടെ നിന്ന് പോകില്ല. അരുണേട്ടാ, ഏട്ടത്തിയുടെ ഒപ്പം പോകാൻ ശ്യാമ പറയുകയാണ്. ഏട്ടത്തിയുടെ പ്രവൃത്തികളെല്ലാം അല്പം കടന്നുപോയി, അത് ശരി തന്നെ. ഏട്ടാ, ഒരു നിമിഷം ഏട്ടത്തിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്ക്. അശ്വതി ചേച്ചിയും കുഞ്ഞുമുള്ള കാര്യം അറിയാതെയാണ് അരുണേട്ടൻ ഐശ്വര്യട്ടത്തിയെ വിവാഹം ചെയ്തത്. പക്ഷേ ഐശ്വര്യട്ടത്തിയും ഇവിടെ തെറ്റുകാരിയല്ല. അരുണേട്ടൻ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് വിചാരിച്ചെങ്കിലും ഇപ്പോൾ ഏട്ടത്തിയോടൊപ്പം പോകണം. അതെ, ശ്യാമ പറഞ്ഞതാ ശരി, അരുണിപ്പോ ഐശ്വര്യയോടൊപ്പം പോകണം. ഞാനും മോളും ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിന് തടസ്സമാകില്ലെന്നും അശ്വതി പറയുന്നു. തുടർന്ന് ആകെ തകർന്നിരിക്കുകയാണ് അരുൺ. അതേസമയം ഐശ്വര്യടുത്ത് ശ്യാമ പറയുകയാണ്, ഏട്ടത്തി ചെന്ന് കാറിൽ കയറ്, അരുണേട്ടൻ വന്നോളും. സത്യമാണോ ശ്യാമയെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ ഇത് ശ്യാമയുടെ വാക്കാണെന്ന് ശ്യാമയും പറയുന്നു. അരുണേട്ടാ, ചേച്ചി ഇനി ഒരിക്കലും ആത്മഹത്യക്ക് ശ്രമിക്കില്ല, ശ്രീകുട്ടി ഒറ്റയ്ക്കാകില്ലേ, അതുകൊണ്ട് ഏട്ടൻ വരാൻ പറഞ്ഞുകൊണ്ട് ശ്യാമ അരുണിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഏട്ടാ, അശ്വതി ചേച്ചിയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് അരുണിനെ ഐശ്വര്യയ്ക്കൊപ്പം ആനന്ദ നിലയത്തിലേക്ക് പറഞ്ഞു വിടുകയാണ് ശ്യാമ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.